രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതിന് പിന്നാലെ അതിജീവിതയ്ക്ക് നേരെയുണ്ടായ സൈബർ അധിക്ഷേപങ്ങളിൽ കേസെടുക്കാൻ പോലീസ്. കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ചിത്രം ഉപയോഗിച്ചാണ് രാഹുൽ അനുകൂലികൾ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. സൈബർ ആക്രമണം സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനായപ്പോൾ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് കോൺഗ്രസ് നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ അനുയായികളും കോൺഗ്രസ് അനുകൂല പേജുകളുമാണ് അതിജീവിതയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത അധിക്ഷേപം നടന്നത്. അതിജീവിതയുടെ പരാതിക്ക് പിന്നാലെയാണ് അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോലീസ് ആരംഭിച്ചത്. ഒരു വർഷം മുൻപ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രം പ്രചരിപ്പിച്ചാണ് സൈബർ ആക്രമണം. വിവാദങ്ങൾക്ക് മുമ്പേ പങ്കുവച്ച ചിത്രം പുതിയ സാഹചര്യത്തിൽ പിൻവലിക്കുമെന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതും വിമർശനങ്ങൾക്കിടയാക്കി. ഒരു കുട്ടി ഒരു പരാതി കൊടുത്തു, വളരെ ഗൗരവമുള്ള പരാതി, അത് മുഖ്യമന്ത്രിക്ക് കൊടുത്തതാണ്. നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ കുട്ടിയുടെ പേരും പടവും ഒന്നും കാണിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. അപ്പം അത് മറികടന്നുകൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് കടുത്ത അനീതിയാണ്. അക്കാര്യത്തിൽ ഒരു പിന്തുണയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. കോൺഗ്രസ് അനുകൂല പേജുകളിൽ നിന്നുള്ള സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനായി. വേറെ വല്ല ചോദ്യമുണ്ടോ? അല്ല, അവർ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ പത്രസമ്മേളനങ്ങൾ വന്ന് മനഃപൂർവ്വമായി ദേശാഭിമാനി കൈരളി ആലയിൽ വന്ന് നമ്മൾ മറുപടി പറഞ്ഞ ചോദ്യം 5ഉം 10ഉം പ്രാവശ്യം ചോദിച്ചു. ഇത് ചായക്കടയിലെ ചർച്ചയല്ല, മീറ്റ് ദ പ്രസാദ്. അത് മനസ്സിലാക്കി ചോദിച്ചാൽ നന്നാണ്. ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ മാത്രം വിവേകശൂന്യനല്ല താനെന്നാണ് സന്ദീപ് വാര്യരുടെ വിശദീകരണം. സൈബർ ആക്രമണം സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ KC വേണുഗോപാൽ തയ്യാറായില്ല. അധിക്ഷേപങ്ങളിൽ കോൺഗ്രസിന് പങ്കില്ലെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.